ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ കോമ്പൗണ്ട് ആംഗിൾസിനെ കുറിച്ചായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അതിലെ പ്രോബ്ലംസൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കിനി അടുത്തത് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. കോമ്പൗണ്ട് ആംഗിൾസിൽ തന്നെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എക്സ് ഈക്വൽ ടു 3 cos θ പ്ലസ് 4 sin θ ഈസ് റിട്ടേൺ ഇൻ ദി ഫോം ഓഫ് എക്സ് ഈക്വൽ ടു ആർ സൈൻ θ പ്ലസ് ആൽഫ, ഫൈൻഡ് ആർ. നമ്മൾ ഈ സെയിം മെത്തേഡിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് ചെയ്തൊരു പ്രോബ്ലം, അതായത് ഈ ഒരു സെയിം മെത്തേഡ് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു പ്രോബ്ലം ചെയ്യേണ്ടത്. നമ്മൾ ആ പ്രോബ്ലത്തിൽ നമ്മൾ ആൽഫയുടെ വാല്യൂം അതുപോലെ ആറിൻ്റെ വാല്യൂം കണ്ടുപിടിച്ചായിരുന്നു. പക്ഷെ നമുക്ക് ആറിൻ്റെ വാല്യൂ മാത്രം കണ്ടുപിടിച്ചാൽ മതി, ആൽഫയുടെ വാല്യൂ ആവശ്യമില്ല. കാരണം ആൽഫയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല, ആറ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പം ആ സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. അപ്പം നമുക്കറിയാം എക്സ് ഈക്വൽ ടു 3 cos θ പ്ലസ് 4 sin θ തന്നിട്ടുണ്ട്. അതുപോലെ എക്സ് ഈക്വൽ ടു ആർ സൈൻ θ പ്ലസ് ആൽഫയുണ്ട്. രണ്ടെണ്ണത്തിൻ്റെയും ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആണ്, രണ്ട് സൈഡും എക്സ് അല്ലേ. അപ്പം എക്സ് ഈക്വൽ ടു രണ്ട് സൈഡും ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ഈ 3 cos θ പ്ലസ് 4 sin θ ഈക്വൽ ടു ആർ സൈൻ θ പ്ലസ് ആൽഫ എന്ന് എഴുതിക്കൂടെ. കാരണം ഇതിൻ്റെയും ലെഫ്റ്റ് സൈഡ് സെയിം ആണ്, ഇതിൻ്റെയും ലെഫ്റ്റ് സൈഡ് സെയിം ആണ്. അപ്പം രണ്ടും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് 3 cos θ പ്ലസ് 4 sin θ ഈക്വൽ ടു ആർ സൈൻ θ പ്ലസ് ആൽഫ എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മൾ എഴുതി എക്സ് ഈക്വൽ ടു 3 cos θ പ്ലസ് 4 sin θ ഈക്വൽ ടു ആർ സൈൻ θ പ്ലസ് ആൽഫ എന്ന് പറഞ്ഞ് എഴുതി. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്, ഇപ്പം നമുക്കറിയാം ഈ ഒരു ഇക്വേഷൻ, ഇപ്പം ഈ 3 cos θ പ്ലസ് 4 sin θ ഈക്വൽ ടു ആർ സൈൻ θ പ്ലസ് ആൽഫ, ഇതിൻ്റെ എൽ എച്ച് സൈഡ് ഏതാണ്? 3 cos θ പ്ലസ് 4 sin θ. അതുപോലെ ആർ എച്ച് സൈഡ് എന്ന് പറയുന്നത് ആർ സൈൻ θ പ്ലസ് ആൽഫയാണ്. നമ്മൾ ഈ അടുത്ത് ചെയ്യാനുള്ളത് ഈ ആർ സൈൻ θ പ്ലസ് ആൽഫയില്ലേ, ഇതിലെ നമുക്കറിയാം സൈൻ θ പ്ലസ് ആൽഫ. ഈ സൈൻ θ പ്ലസ് ആൽഫ ഏത് ഫോമിലാണ് കിടക്കുന്നത്? സൈൻ എ പ്ലസ് ബി എന്നുള്ള ഫോമിലല്ലേ. ഇപ്പം ഈ സൈൻ θ പ്ലസ് ആൽഫ എന്ന് പറയുന്നത് സൈൻ എ പ്ലസ് ബി എന്നുള്ള ഫോമിലാണ് കിടക്കുന്നത്. ഇവിടെ ഈ തീറ്റ എന്ന് പറയുന്നതാണ് എ എന്ന് പറയുന്നത്, അതുപോലെ ആൽഫയാണ് ബി എന്ന് പറഞ്ഞ് കിടക്കുന്നത്. നമ്മൾ സൈൻ എ പ്ലസ് ബിയുടെ ഇക്വേഷൻ എഴുതാം. സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി ആണ്. അപ്പോൾ നമ്മൾ അത് വെച്ച് ഈ സൈൻ θ പ്ലസ് ആൽഫനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയാണ്. ഇപ്പോൾ എന്ത് വരും? ആർ അവിടെ തന്നെ നിർത്തി, ബാക്കി സൈൻ θ പ്ലസ് ആൽഫനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും? സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. എ എന്ന് പറയുന്നത് തീറ്റ ആയിട്ട് എടുത്തു, ബി എന്ന് പറയുന്നത് ആൽഫ ആയിട്ട് എടുത്തു. നമ്മളതിനെ എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? ആർ ഇൻറ്റു സൈൻ θ കോസ് ആൽഫ പ്ലസ് കോസ് θ സൈൻ ആൽഫ എന്ന് പറഞ്ഞ് കിട്ടി. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്, നമുക്കറിയാം ഈ സൈൻ θ പ്ലസ് കോസ് ആൽഫ പ്ലസ് കോസ് θ പ്ലസ് സൈൻ ആൽഫയ്ക്ക് ഇത് കോമൺ ആണ് ഈ ആർ എന്ന് പറയുന്നത്. ഈ രണ്ട് ടേമിനും കോമൺ ആണ് ഈ ആർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്ത് ആർ നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുകയാണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ആർ ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ എന്ത് വരും? ആർ ഇൻറ്റു സൈൻ θ കോസ് ആൽഫ പ്ലസ് ആർ ഇൻറ്റു കോസ് θ സൈൻ ആൽഫ എന്ന് പറഞ്ഞ് കിട്ടി. ഇനി നമുക്കറിയാം ഇപ്പം നമുക്ക് എന്ത് കിട്ടി? ഈ ഒരു ലെഫ്റ്റ് സൈഡ് എന്തായിരുന്നു? 3 cos θ പ്ലസ് 4 sin θ ഈക്വൽ ടു എന്ത് കിട്ടി? ആർ സൈൻ θ കോസ് ആൽഫ പ്ലസ് ആർ കോസ് θ സൈൻ ആൽഫ എന്ന് പറഞ്ഞ് കിട്ടിയില്ലേ. നമ്മളിനി അടുത്ത് ചെയ്യാൻ പോകുന്നത്, ഇപ്പം ഈ രണ്ട് ടേമിൽ ഇപ്പം ഈ ഒരു ഇക്വേഷൻ്റെ സിമിലർ ആയിട്ടുള്ള ടേംസ് നമ്മൾ ഇക്വേറ്റ് ചെയ്യണം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പം ലെഫ്റ്റ് സൈഡ് നോക്കി, ഇവിടെ ഒരു കോസ് θ ഉണ്ട്. അതുപോലെ ഈ റൈറ്റ് സൈഡിൽ ഇക്വേഷനിൽ എവിടെ കോസ് θ വരുന്നത്? ഈ ഇക്വേഷനിൽ കോസ് θ എവിടെ വരുന്നത്? ഈ ആർ കോസ് θ സൈൻ ആൽഫ, ഇവിടെയല്ലേ കോസ് θയുടെ ടേം വരുന്നത്. അപ്പം അത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുക, വെച്ച് 3 cos θ ഈക്വൽ ടു ആർ കോസ് θ സൈൻ ആൽഫ എന്ന് പറഞ്ഞ് കൊടുക്കുക. ഇനി നോക്കി, ഇവിടെ സൈൻ θ ഉണ്ട്. സൈൻ θയുടെ ടേം എവിടെയാണ് വരുന്നത്? ഈ ഫസ്റ്റ് ഇതിലാണ് വരുന്നത്, ആർ സൈൻ θ കോസ് ആൽഫയിലല്ലേ വരുന്നത്. അത് രണ്ടും തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. എന്ത് വരും? 4 sin θ ഈക്വൽ ടു ആർ സൈൻ θ കോസ് ആൽഫ എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ ഇക്വേറ്റ് ചെയ്യണം. രണ്ട് സൈഡിലും സെയിം ആയിട്ടുള്ള ടേംസ് തമ്മിൽ നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളങ്ങനെ കൊടുക്കുകയാണ്. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? 3 cos θ പ്ലസ് 4 sin θ ഈക്വൽ ടു ആർ സൈൻ θ കോസ് ആൽഫ പ്ലസ് ആർ കോസ് θ സൈൻ ആൽഫയാണ്. നമ്മളതിലെ സിമിലർ ടേംസ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ഫസ്റ്റ് കോസ് θയുടെ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 3 cos θ ഈക്വൽ ടു ആർ കോസ് θ സൈൻ ആൽഫ എന്ന് പറഞ്ഞ് കിട്ടും ഇല്ലേ. ഇപ്പം ഈ 3 cos θയും അതുപോലെ ഇതിലെ ആർ കോസ് θ സൈൻ ആൽഫയും തമ്മിലാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത ചെയ്യുന്നത്, ഇപ്പോൾ നമുക്കറിയാം ഇവിടെ ഈ ഒരു ടേമിൽ ഈ
3 cos തീറ്റ ഈക്വൽ ടു ആർ കോസ് തീറ്റ സൈൻ ആൽഫ. ഈ ഒരു ടേമിൽ നമുക്കറിയാം എന്തറിയാം, രണ്ടിടത്തും എന്താ കോസ് തീറ്റ, രണ്ടിടത്തും ഇവിടെ ഒരു കോസ് തീറ്റയുണ്ട്, അതുപോലെ ഇവിടെ ഒരു കോസ് തീറ്റയുണ്ട്. അപ്പം രണ്ടിടത്തും നമ്മൾ ഈ കോസ് തീറ്റ കട്ട് ചെയ്ത് കളയണം. ഈ ഇക്വേഷനിൽ രണ്ടിടത്തുനിന്നും കോസ് തീറ്റ കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി എന്താ ഉള്ളത്, 3 ഈക്വൽ ടു എന്ത് കിട്ടും, ആർ സൈൻ ആൽഫ എന്ന് പറഞ്ഞ് കിട്ടില്ലേ. രണ്ടിടത്തുള്ള നമ്മൾ ആ കോസ് തീറ്റ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 3 ഈക്വൽ ടു ആർ സൈൻ ആൽഫ എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മൾ എഴുതുകയാണ് 3 ഈക്വൽ ടു ആർ സൈൻ, കോസ് തീറ്റ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് 3 ഈക്വൽ ടു ആർ സൈൻ ആൽഫ എന്ന് പറഞ്ഞ് കിട്ടി. നമ്മളതിന് ഇക്വേഷൻ 1 എന്ന് പറഞ്ഞ് കൊടുത്തു. ഇനി നമുക്ക് അടുത്ത സിമിലർ ആയിട്ട് ടേം ഏതായിരുന്നു, ഈ 4 സൈൻ തീറ്റ അതുപോലെ ഈക്വൽ ടു ആർ സൈൻ തീറ്റ കോസ് ആൽഫ. രണ്ടിടത്തും സൈൻ തീറ്റ വരുന്ന ടേംസിൽ നമ്മൾ ഈക്വേറ്റ് ചെയ്യുകയാണ്. 4 സൈൻ തീറ്റ ഈക്വൽ ടു ആർ സൈൻ തീറ്റ കോസ് ആൽഫ എന്ന് പറഞ്ഞ് അടുത്തത് കൊടുത്തു. ഇനി നോക്കി, ഇവിടെ ഒരു സൈൻ തീറ്റയുണ്ട്, ഇവിടെ ഒരു സൈൻ തീറ്റയുണ്ട്. രണ്ടിടത്ത് നമ്മൾ സൈൻ തീറ്റ കോമൺ ആയി കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി എന്താ ഉള്ളത്, 4 ഈക്വൽ ടു ആർ കോസ് ആൽഫ എന്ന് പറഞ്ഞ് കിട്ടും. അല്ലെ, രണ്ടിടത്ത് നമ്മൾ സൈൻ തീറ്റ കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കിയുള്ളത് 4 ഈക്വൽ ടു ആർ സൈൻ തീറ്റ കോസ് ആൽഫ എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ നമ്മളതിന് ഇക്വേഷൻ 2 ആയിട്ടും കൊടുത്തു. ഇക്വേഷൻ 1ലെ ഫസ്റ്റ് ഇക്വേഷനിലെ സിമിലർ ആ സെയിം ആയിട്ട് രണ്ടും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കിട്ടുന്ന ഇക്വേഷൻ 1 എന്ന് പറഞ്ഞു കൊടുത്തു. സെക്കൻഡ് ആയിട്ടുള്ള സിമിലർ ടേംസിന് ഇക്വേറ്റ് ചെയ്ത ആ ഒരു ടേമിൽ കോമൺ ആയിട്ടുള്ള ടേം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടി, സെക്കൻഡ് ഇക്വേഷൻ 4 ഈക്വൽ ടു ആർ കോസ് ആൽഫ എന്ന് പറഞ്ഞ് കിട്ടി. നമുക്കിനി കണ്ടുപിടിക്കേണ്ട എന്തായിരുന്നു, ആറിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് നമ്മൾ ആ ഇക്വേഷൻ 1നെ, ഇപ്പം നമ്മളിത് ഇക്വേഷൻ 1നെയും അതുപോലെ ഇക്വേഷൻ 2നെയും സ്ക്വയർ ചെയ്യണം. എന്ന് വെച്ചാൽ ഈ ഒരു ടേമിനെയും അതുപോലെ ഈ ഒരു ടേമിനെ, രണ്ട് ടേമിനെയും നമ്മൾ സ്ക്വയർ ചെയ്യുകയാണ് ചെയ്തത്. ഇക്വേഷൻ 3നെ സ്ക്വയർ ചെയ്യുമ്പോൾ ഇക്വേഷൻ 1നെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് വരും, ഇക്വേഷൻ 1 എന്തായിരുന്നു, 3 ഈക്വൽ ടു ആർ സൈൻ ആൽഫ അല്ലേ. ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് വരും, 3 സ്ക്വയർ ഈക്വൽ ടു എന്ത് കിട്ടും, ആർ സ്ക്വയർ സൈൻ സ്ക്വയർ ആൽഫ എന്ന് പറഞ്ഞ് കിട്ടില്ലേ. കാരണം ഇക്വേഷൻ 1നെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 3 സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ സൈൻ സ്ക്വയർ ആൽഫ എന്ന് പറഞ്ഞ് കിട്ടും. ഇക്വേഷൻ 1നെ സ്ക്വയർ ചെയ്തപ്പോൾ 3 സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ സൈൻ സ്ക്വയർ ആൽഫ എന്ന് പറഞ്ഞ് കിട്ടി. നമുക്കറിയാം 3 സ്ക്വയർ എന്താ, 9 ആണ്. അപ്പോൾ 9 ഈക്വൽ ടു എന്ത് കിട്ടും, ആർ സ്ക്വയർ സൈൻ സ്ക്വയർ ആൽഫ എന്ന് പറഞ്ഞ് കിട്ടും അല്ലേ. 3 സ്ക്വയർ നമ്മൾ 9 ആയിട്ട് എടുത്തു, ബാക്കി എല്ലാ ടൈമും അതുപോലെ തന്നെ കൊടുത്തു. അപ്പോൾ നമുക്ക് 9 ഈക്വൽ ടു ആർ സ്ക്വയർ സൈൻ സ്ക്വയർ ആൽഫ എന്ന് പറഞ്ഞ് കിട്ടി. ആ ടൈമിൽ നമ്മൾ എന്ത് കൊടുത്തു, ഇക്വേഷൻ 3 എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി അടുത്ത ടൈം നോക്കാം. അടുത്തത് ഏതായിരുന്നു, ഇക്വേഷൻ 2നെ അല്ലേ. ഇപ്പോൾ ഇക്വേഷൻ 1നെയാണ് നമ്മൾ സ്ക്വയർ ചെയ്തത്. അതുപോലെ ഇക്വേഷൻ 2നെയും, ഇക്വേഷൻ 2 എന്താ, 4 ഈക്വൽ ടു ആർ കോസ് ആൽഫയാണ്. അപ്പം അതിനെ നമ്മൾ സ്ക്വയർ ചെയ്യുകയാണ്. അപ്പം എന്ത് വരും, 4 സ്ക്വയർ അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് വരും, 4 സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ കോസ് സ്ക്വയർ ആൽഫ അല്ലേ. ഇക്വേഷൻ 2നെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 4 സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ കോസ് സ്ക്വയർ ആൽഫ. 4 സ്ക്വയർ എത്രയാണ്, 16 അല്ലേ. അപ്പം 16 ഈക്വൽ ടു എന്ത് കിട്ടും, ആർ സ്ക്വയർ കോസ് സ്ക്വയർ ആൽഫ എന്ന് പറഞ്ഞ് കിട്ടും അല്ലേ. അപ്പോൾ എന്ത് വരും, ഇക്വേഷൻ 2നെ സ്ക്വയർ ചെയ്തു, 4 സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ കോസ് സ്ക്വയർ ആൽഫ കിട്ടി. ആ 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ഈക്വൽ ടു ആർ സ്ക്വയർ കോസ് സ്ക്വയർ ആൽഫ. നമ്മളതിന് ഇക്വേഷൻ 4 എന്നും കൊടുത്തു. ഇക്വേഷൻ 1നെ സ്ക്വയർ ചെയ്ത് കിട്ടുന്നതിന് ഇക്വേഷൻ 3 എന്നും പറഞ്ഞു കൊടുത്തു. അതുപോലെ ഇക്വേഷൻ 2നെ സ്ക്വയർ ചെയ്യുന്നതിന് ഇക്വേഷൻ 4 എന്ന് പറഞ്ഞ് കൊടുത്തു. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന ഈ ഇക്വേഷൻ 3നെയും അതുപോലെ ഇക്വേഷൻ 4നെയും ഇക്വേഷൻ 3നെയും ഇക്വേഷൻ 4നെ നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുകയാണ്. അപ്പോൾ എന്ത് വരും, ഇക്വേഷൻ 3 എന്താ, ഇക്വേഷൻ 3 എന്ന് പറയുന്നത് 9 ഈക്വൽ ടു ആർ സ്ക്വയർ സൈൻ സ്ക്വയർ ആൽഫയും. അതുപോലെ ഇക്വേഷൻ 4 എന്താണ്, 16 ഈക്വൽ ടു ആർ സ്ക്വയർ കോസ് സ്ക്വയർ ആൽഫ അല്ലേ. ഇതിനെ രണ്ടിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ സ്ക്വയർ ചെയ്ത രണ്ട് ടേമിനെ നമ്മൾ ആഡ് ചെയ്തു. ഇക്വേഷൻ 3യും ഇക്വേഷൻ 4ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് തോന്നും, ഇക്വേഷൻ 3 എന്തായിരുന്നു, 9 ഈക്വൽ ടു ആർ സ്ക്വയർ സൈൻ സ്ക്വയർ ആൽഫ അല്ലേ. അതുപോലെ ഇക്വേഷൻ 4 എന്താ, 16 ഈക്വൽ ടു ആർ സ്ക്വയർ കോസ് സ്ക്വയർ ആൽഫ അല്ലേ. അതിനെ രണ്ടിനെയും കൂടി സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടി നമുക്ക്, 9 + 16 ഈക്വൽ ടു ആർ സ്ക്വയർ സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ആൽഫ എന്ന് പറഞ്ഞ് കിട്ടി. ഇനി നമുക്കറിയാം 9 + 16 എത്രയാണ്, 9 + 16 എന്ന് പറഞ്ഞാൽ 25 ആണ്. 25 ഈക്വൽ ടു, ഇവിടെ നോക്കിയും ഇവിടെയും ഒരു ആർ സ്ക്വയർ ഉണ്ട്, ഇവിടെയും ഒരു ആർ സ്ക്വയർ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ രണ്ട് ആർ സ്ക്വയറിനെ കോമൺ ആയിട്ട് നമുക്ക് പുറത്തേക്ക് എടുത്തുവിടെ. രണ്ട് ടേമിലും ആർ സ്ക്വയർ കോമൺ ആയിട്ട് ഉള്ളതുകൊണ്ട് നമ്മൾ ആർ സ്ക്വയറിനെ കോമൺ ആയി പുറത്തേക്ക് എടുത്തു. ബാക്കി എന്താ ഉള്ളത്, ഇവിടെ ഉള്ളത് സൈൻ സ്ക്വയർ ആൽഫയാണുള്ളത്, പ്ലസ് ഇവിടെ എന്താ ഉള്ളത്, ആർ സ്ക്വയർ പോയി കഴിഞ്ഞാൽ കോസ് സ്ക്വയർ ആൽഫയുള്ളത്. അത് രണ്ടും നമ്മൾ ബ്രാക്കറ്റിനുള്ളിൽ തന്നെ ഇട്ടു. ഇനി ഈക്വൽ ടു
ആർ സ്ക്വയർ. നോക്കിയേ, ഈ സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ആൽഫ, നമുക്കറിയാം സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ 1 ആണ്. അപ്പോൾ എന്ത് വരും, സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ആൽഫ എന്ത് കിട്ടും, 1 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, 25 ഈക്വൽ ടു എന്ത് കിട്ടും, ആർ സ്ക്വയർ ഇൻറ്റു 1 എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ എന്ത് കിട്ടി, ആർ സ്ക്വയർ ഈക്വൽ ടു 25 ആണ്. അങ്ങനെയെങ്കിൽ ആർ ഈക്വൽ ടു എന്ത് വരും, റൂട്ട് 25 അല്ലേ. ആർ സ്ക്വയർ ഈക്വൽ ടു 25 ആണെങ്കിൽ ആർ ഈക്വൽ ടു എന്താ, റൂട്ട് 25 ആണ്. റൂട്ട് 25 എന്ന് പറഞ്ഞാൽ എന്താ, പ്ലസ് ഓർ മൈനസ് 5 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ആറെന്ന് പറഞ്ഞ് ഇവിടെ ചെയ്തപ്പോൾ തന്നെ 9 + 16 25 കിട്ടി. ഇനി രണ്ടിടത്തുനിന്നും ആറിനെ കോമൺ ആയി പുറത്തേക്ക് എടുത്ത് ബാക്കി ഉള്ളിലെ ടൈം അതുപോലെ എഴുതി. ആ സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ആൽഫ എന്ന് പറഞ്ഞാൽ 1 കിട്ടി. എന്ത് കിട്ടി, ആർ സ്ക്വയർ ഈക്വൽ ടു 25 എന്ന് പറഞ്ഞ് കിട്ടി. ആർ ഈക്വൽ ടു റൂട്ട് 25. റൂട്ട് 25 എന്ന് പറഞ്ഞാൽ എന്താ, പ്ലസ് ഓർ മൈനസ് 5. നമുക്ക് ആറിൻ്റെ വാല്യൂ ആയിരുന്നു കണ്ടുപിടിക്കാനുള്ളത്. മുന്നേ ചെയ്ത ആ ഒരു പ്രോബ്ലം പോലെ തന്നെ ഫസ്റ്റ് നമ്മൾ സിമിലർ ടേംസ്, ആ ഒരു ഇക്വേഷനെ സൈൻ തീറ്റ പ്ലസ് ആൽഫേനെ എക്സ്പാൻഡ് ചെയ്യുക, സിമിലർ ടേംസ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ഇക്വേറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കളയാനാണോ, കട്ട് ചെയ്ത് കളഞ്ഞ് ഇക്വേഷൻ 1ഉം 2 ആയിട്ടും കൊടുക്കുക. ഇക്വേഷൻ 1നെയും ഇക്വേഷൻ 2നെയും സ്ക്വയർ ചെയ്യുക, രണ്ടും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആറിനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്ത് നമ്മൾ എന്ത് ചെയ്യാം, അതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ഇതാണ് പ്രൂഫ് ദാറ്റ് cos a minus sin a divided by cos a plus sin a equal to tan 45 minus a. ഇപ്പോൾ ഇവിടെ നമുക്കറിയാം എന്താ പ്രൂവ് ചെയ്യേണ്ടത്, എന്താ ഈ cos a minus sin a divided by cos a plus sin a equal to എന്താ tan 45 minus a എന്ന് പറഞ്ഞാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടുത്തെ LHS സൈഡ് കൺസിഡർ ചെയ്യുകയാണ്. ഇവിടുത്തെ LHS സൈഡ് എന്ന് പറഞ്ഞാൽ ഏതാ, cos a minus sin a by cos a plus sin a. ഇവിടുത്തെ LHS സൈഡ് കൺസിഡർ ചെയ്തു. നമ്മളിനി ചെയ്യാൻ പോകുന്നത്, ഇതിൻ്റെ ന്യൂമറേറ്റർ നമുക്കറിയാം എന്താ, ഈ ഒരു ഇക്വേഷൻ്റെ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് cos a മൈനസ് sin a അല്ലേ. അതുപോലെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് cos a പ്ലസ് sin a ആണ്. അപ്പം ഈ രണ്ട് ടേമിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു cos a വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പം ഒരു ന്യൂമറേറ്ററിലും ഒരു cos a വെച്ച് ഡിവൈഡ് ചെയ്യാം, അതുപോലെ ഡിനോമിനേറ്ററിലും ഒരു cos a വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്ത് വരും, രണ്ടിടത്തും ഒരു cos a വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും, ഇവിടെ നോക്കിയേ, ഈ ഒരു cos a, ഈ ഫസ്റ്റ് ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ ഈ cos a മൈനസ് sin a ആണ്. അപ്പം അതിൽ ആ ഒരു ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുക, ഒരു cos a വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, cos a മൈനസ് sin a ഡിവൈഡ് ബൈ ഒരു cos a കിട്ടി. അതുപോലെ ഡിനോമിനേറ്റർ ഏതാ, ഇവിടെ cos a പ്ലസ് sin a ആണ്. അപ്പം ഇതിലും എന്ത് ചെയ്യാം, ഒരു cos a വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, cos a പ്ലസ് sin a ബൈ cos a എന്ന് പറഞ്ഞാൽ കിട്ടി. ഇനി അടുത്ത് ചെയ്യേണ്ടത് എന്താ, ഇപ്പോൾ ഈ ന്യൂമറേറ്റർ നോക്കുക. ന്യൂമറേറ്ററിൽ എന്താ cos a മൈനസ് sin a ബൈ cos a അല്ലേ, ഈ ഒരു ഇക്വേഷൻ അല്ലേ. അപ്പം ഇതിൽ നമ്മളിത് ഈ താഴത്തെ cos a എന്ന് പറയുന്നത് cos a മൈനസ് sin a കോമൺ അല്ലേ. അപ്പം നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, cos a ബൈ cos a മൈനസ് sin a ബൈ sin a. ഈ ന്യൂമറേറ്റർ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, ഈ ഒരു ടേമിനെ നമുക്ക് എന്ത് ചെയ്യാം, cos a ബൈ cos a മൈനസ് sin a ബൈ sin a എഴുതാം. അതുപോലെ ഈ ഒരു താഴത്തെ ടേമിനെ നമുക്ക് എങ്ങനെ എഴുതാം, cos a ബൈ cos a പ്ലസ് sin a ബൈ sin a. അങ്ങനെ sin a ബൈ cos a ആണ് ഇവിടെ, sin a ബൈ cos a അല്ലേ, കാരണം രണ്ടിടത്തും എന്താ cos a ആണ് കോമൺ അല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ cos a നമുക്ക് cos a മൈനസ് sin a ക്കും അതുപോലെ cos a പ്ലസ് sin a ക്കും സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, ആ cos a നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ കിട്ടി, നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്നതാണിത്. ഇനി നോക്കിയേ, ഈ cos a ബൈ cos a എന്താ, cos a ബൈ cos a എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 ആണ്. ഇവിടുത്തെ cos a ബൈ cos a എന്താണ്, 1 ആണ്. മൈനസ് sin a ബൈ cos a എന്താ, sin തീറ്റ ബൈ cos തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം tan തീറ്റയാണ്. അപ്പം sin a ബൈ cos a എന്താ, tan a എന്ന് പറഞ്ഞ് കിട്ടി. ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും, ഇതുപോലെ ഇവിടുത്തെ നോക്കി, ഇവിടുത്തെ cos a ബൈ cos a എന്ന് പറഞ്ഞാൽ 1 ആണ്. പ്ലസ് sin a ബൈ cos a എന്താ, tan a ആണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി, ഈ ഒരു സ്റ്റെപ്പിൽ നമുക്ക് എന്ത് കിട്ടി, 1 മൈനസ് tan a ബൈ 1 പ്ലസ് tan a എന്ന് പറഞ്ഞ് കിട്ടി. നമ്മൾ എന്ത് ചെയ്യുക, ഇതിന് നമ്മൾ ഇക്വേഷൻ 1 എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് അവിടെ അങ്ങനെ നിർത്തുവാണ്. ഇക്വേഷൻ 1 എന്ന് പറഞ്ഞ് കൊടുത്തു. നമുക്ക് എന്ത് കിട്ടി, 1 മൈനസ് tan a ബൈ 1 പ്ലസ് tan എന്ന് കിട്ടി. ഇക്വേഷൻ 1 എന്ന് പറഞ്ഞ് കൊടുത്ത് അവിടെ നിർത്തി. ഇനി നമ്മളടുത്ത് കൺസിഡർ ചെയ്യുന്നത് RHS സൈഡ്. RHS സൈഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, tan 45 മൈനസ് a ആണ്. നമ്മളടുത്ത് RHS സൈഡ് കൺസിഡർ ചെയ്തു. അപ്പോൾ നമുക്കറിയാം tan 45 മൈനസ് a, ഇത് ഏത് ഫോമിലാണ് കിടക്കുന്നത്, tan a മൈനസ് ബി എന്നുള്ള ഫോമിലല്ലേ. tan a മൈനസ് ബിയുടെ ഇക്വേഷൻ എന്തായിരുന്നു, tan a മൈനസ് tan b ഹോൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് tan a ഇൻറ്റു tan b. അതല്ലേ നമ്മുടെ tan a മൈനസ് ബിയുടെ ഇക്വേഷൻ. അപ്പം ഇവിടെ നോക്കിയേ, tan 45 മൈനസ് a ആണ്. അപ്പം ഇവിടെ ഈ ഒരു ടേമിൽ 45 എന്ന് പറയുന്നതാണ് നമ്മുടെ എയും, അതുപോലെ a എന്ന് പറയുന്നതാണ് നമ്മുടെ ബിയും. ആ പൊസിഷനിൽ അങ്ങനെയല്ലേ കിടക്കുന്നത്. അപ്പം tan a മൈനസ് ബിയുടെ ഇക്വേഷൻ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും, tan 45 മൈനസ് tan a
ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എ ടാൻ 45 ഇൻറ്റു ടാൻ ബി എന്ന് വെച്ചാൽ ടാൻ എ മൈനസ് ടാൻ ബി ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ എ ഇൻറ്റു ടാൻ ബി. ആ ഇക്വേഷൻ കൊടുത്ത് നമ്മൾ എക്കും ബിക്കൊക്കെ വാല്യൂ കൊടുത്തതാണ്. ഇനി ഇതിൽ നമുക്കറിയാം എന്താ ടാൻ 45 എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ടാൻ 45ൻ്റെ വാല്യൂ അറിയാം 1 ആണെന്നറിയാം. ഇതിൽ കൊടുക്കുമ്പോൾ എന്ത് വരും, ടാൻ 45ന് വാല്യൂ കൊടുത്ത് 1 മൈനസ് ടാൻ എ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ 45 1 അല്ല, അപ്പോൾ 1 ഇൻറ്റു ടാൻ എന്ന് പറഞ്ഞാൽ എന്താ ടാൻ എ തന്നെയാണ്. നമ്മളിതിൻ്റെ ഇക്വേഷൻ 2 എന്നും പറഞ്ഞ് കൊടുത്തു. അപ്പോൾ എന്ത് വരും, നമുക്കറിയാം നമ്മൾ നേരത്തെ ചെയ്ത LHS ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇക്വേഷൻ 1 എന്തായിരുന്നു 1 മൈനസ് ടാൻ എ ബൈ 1 പ്ലസ് ടാൻ എ അല്ലേ. അപ്പം അത് തന്നെയല്ലേ ഇക്വേഷൻ 2 വന്നേക്കുന്നത്. അപ്പം LHS സൈഡ് നമ്മൾ പ്രൂവ് ചെയ്ത് വന്നപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 1 മൈനസ് ടാൻ എ ബൈ 1 പ്ലസ് ടാൻ എ കിട്ടി. അതുപോലെ RHS സൈഡ് പ്രൂവ് ചെയ്ത് വന്നപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 1 മൈനസ് ടാൻ എ ബൈ 1 പ്ലസ് ടാൻ എന്ന് പറഞ്ഞ് കിട്ടി. എന്ന് വെച്ചാൽ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം ഈക്വലായി കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, LHS ഈക്വൽ ടു RHS എഴുതിക്കൂടെ എന്ന് വെച്ചാൽ കോസ് എ മൈനസ് സൈൻ എ ഡിവൈഡഡ് ബൈ കോസ് എ പ്ലസ് സൈൻ എ ഈക്വൽ ടു ടാൻ 45 മൈനസ് എ എന്ന് പറഞ്ഞു കിട്ടി. കാരണം നമ്മൾ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം നമ്മുടെ സെയിം ആയതുകൊണ്ട് നമുക്ക് എന്തെന്ന് എഴുതാം, LHS ഈക്വൽ ടു RHS എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മുടെ വേറൊരു പുതിയൊരു ടോപ്പിക് കോമ്പൗണ്ട് ആംഗിൾസിലെ പ്രോബ്ലംസ് എല്ലാം നമ്മൾ അങ്ങനെ കഴിഞ്ഞു. നമ്മൾ ഇനി ഒരു പുതിയ ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. നമ്മുടെ ടോപ്പിക്കാണ് റിലേറ്റഡ് ആംഗിൾസ്. അപ്പം ഈ റിലേറ്റഡ് ആംഗിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു ടൈം ഇപ്പം സൈൻ ഒരു ആംഗിളില്ലേ, ഇപ്പം തീറ്റ അല്ലെങ്കിൽ ഒരു 360 270 അതുപോലെ 120 അങ്ങനെയൊക്കെയുള്ള ആംഗിളില്ലേ. അപ്പം ആ ആംഗിളിനെ നമ്മൾ ഒരു പൈ പ്ലസ് തീറ്റ അല്ലെങ്കിൽ പൈ മൈനസ് തീറ്റ അല്ലെങ്കിൽ പൈ ബൈ 2 പ്ലസ് തീറ്റ അല്ലെങ്കിൽ പൈ ബൈ 2 മൈനസ് തീറ്റ അതുപോലെ 2π പ്ലസ് ഓർ മൈനസ് തീറ്റ, ഈ ഒരു ടേമിൽ ഇങ്ങനെ ആ എഴുതുന്ന ടേമിൽ അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിലേറ്റഡ് ആംഗിൾസ് എന്ന് അല്ലെങ്കിൽ അലൈഡ് ആംഗിൾസ്, റിലേറ്റഡ് ആംഗിൾസ് അല്ലെങ്കിൽ ഇതിനെ അലൈഡ് ആംഗിൾസ് എന്ന് പറയും. അപ്പം അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, റിലേറ്റഡ് ആംഗിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ റിലേറ്റഡ് ആംഗിൾസ് കുറച്ച് പ്രോബ്ലംസ് ആണ് ചെയ്യാനുള്ളത്. ഓക്കെ, കുറച്ച് പ്രോബ്ലംസ് അല്ല, ഫസ്റ്റ് കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. അപ്പം ആ ഇക്വേഷൻസ് വെച്ച് വേണം നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ. കുറച്ചധികം ഇക്വേഷൻ ഉണ്ട്. നമുക്ക് ആ ഇക്വേഷൻ നോക്കാം. റിലേറ്റഡ് ആംഗിൾസിലെ ഇക്വേഷനാണിത്. ഇപ്പം ഒരു 24 ഇക്വേഷനോളം വരും. കുറച്ച് ആ ഒരു ഫസ്റ്റത്തെ ഒരു 3 എണ്ണമൊക്കെ ഒരുപോലെ വരുന്നതാണ്. അപ്പം ഇവിടെ നോക്കിയറിയാം സൈൻ മൈനസ് തീറ്റ അതുപോലെ കോസ് മൈനസ് തീറ്റയുടെ ഇക്വേഷൻ. ഇപ്പുറത്തെ സൈഡ് നോക്കിയാൽ സൈൻ 90 മൈനസ് തീറ്റ, അതുപോലെ ഇപ്പം സൈൻ കോസ് ഒക്കെ 90 പ്ലസ് തീറ്റ, അതുപോലെ 180 മൈനസ് തീറ്റ, 180 പ്ലസ് തീറ്റ, 270 മൈനസ് തീറ്റ, അതുപോലെ 360 മൈനസ് തീറ്റ, 360 പ്ലസ് തീറ്റ. അപ്പം ഇതിൻ്റെയൊക്കെ വാല്യൂസ് ആണ്. അപ്പം ഇത് മൊത്തം പഠിക്കുക കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിനായിട്ട് ഒരു എളുപ്പമുള്ളൊരു മെത്തേഡാണ് ഈ താഴെ കൊടുത്തേക്കുന്നത്. ഇപ്പം n എന്ന് പറയുന്നത് ഓടും ഇൻറ്റീജറും ആണെങ്കിൽ നമുക്കറിയാം ഓഡ് ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ എന്താ, ഏതൊക്കെയാണ് 1 3 ഒറ്റ സംഖ്യ എന്ന് പറയും നമ്മൾ. ഇപ്പം 1 3 7 9 അതൊക്കെയാണ് നമ്മുടെ എന്ത് ഓഡ് ഇൻറ്റീജർ എന്ന് പറയുന്നത്. ഈവൻ ഇൻറ്റീജർ ഏതൊക്കെയാണ്, ഇരട്ട സംഖ്യകൾ 2 4 6 8 അതൊക്കെയാണ് നമ്മുടെ ഈവൻ ഇൻറ്റീജർ വരുന്നത്. ഇപ്പം ഈ n ഇപ്പം ഇവിടെ ഈ സൈൻ അതുപോലെ സൈൻ 90 സൈൻ 270 ഒക്കെ എന്താ ആ ഒരു ടൈമിൽ n എന്ന് പറയുന്നത് ഒരു ഇപ്പം 270 എന്ന് പറഞ്ഞാൽ എന്താ 3 × 90 ആണ് എന്ത് 270 എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആ n എന്താ 3 ആയിട്ട് 3 അല്ലേ n എന്ന് പറയുന്നത്. അപ്പം n എന്താ ഒരു ഓഡ് ഇൻറ്റീജറാണ്. അപ്പം n ഓഡ് ആയതുകൊണ്ട് നമുക്ക് ആ 270യുടെ ഒക്കെ എന്ത് വരും, 270 പ്ലസ് ഓർ മൈനസ് തീറ്റയ്ക്കൊക്കെ നമ്മൾ എന്ത് വരും, ഈ സൈൻ 270 പ്ലസ് ഓർ മൈനസ് തീറ്റയ്ക്ക് എന്ത് വരും, കോസ് തീറ്റ. അപ്പം പ്ലസ് മൈനസ് ഒക്കെ വരുന്നത് അത് ഏത് കോർഡിനേറ്റിൽ കിടക്കുന്നു എന്ന രീതിയിലാണ് അതിൻ്റെ പ്ലസ് അവിടെ പ്ലസ് വേണം നെഗറ്റീവ് വാല്യൂസ് ഒക്കെ വരുന്നത്. അപ്പം അതുപോലെ ഈവൻ ഇൻറ്റീജേഴ്സ് ഇപ്പോൾ സൈൻ 180 എന്ന് പറഞ്ഞാൽ എന്താ, സൈൻ 180 എന്ന് പറഞ്ഞാൽ സൈൻ 2 × 90 അല്ലേ 180 ആയിട്ട് വരുന്നത്. അപ്പം അവിടെ n എന്ന് പറഞ്ഞാൽ എന്താ 2 ആണ് വരുന്നത്. അപ്പം n ഒരു ഈവൻ നമ്പറാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്തൊക്കെ എന്ത് വരും, സൈൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സൈൻ തീറ്റ തന്നെ ആയിരിക്കും. എന്ന് വെച്ചാൽ സൈൻ തീറ്റ ആയിരിക്കും. പിന്നെ അതിൻ്റെ കോർഡിനേറ്റ് നോക്കിയിട്ടാണ് പ്ലസ് മൈനസ് ഒക്കെ വരുന്നത്. ഒന്നുകിൽ നിങ്ങൾക്ക് ആ രീതിക്ക് പഠിക്കാം, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ പഠിക്കുക. ഈ ഇക്വേഷൻ ഒരു കുറച്ച് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ട്രിക്ക് കിട്ടും. അല്ലെങ്കിൽ ഈ 24 ഇക്വേഷനുമായിട്ട് അങ്ങനെ പഠിച്ചാൽ മതി. ഈ ഇക്വേഷൻ പഠിച്ചാലേ നമുക്ക് എന്ത് പറ്റുള്ളൂ, പ്രോബ്ലംസ് ചെയ്യാൻ കഴിയുള്ളൂ. ഈ റിലേറ്റഡ് ആംഗിൾസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ്. നമുക്കിനി കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. റിലേറ്റഡ് ആംഗിൾസിൻ്റെ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് സൈൻ 120. ഇപ്പം നമുക്കറിയാം സൈൻ 120ന് നമുക്ക് എങ്ങനെ എഴുതാം, സൈൻ 120ന് നമുക്ക് എന്താ സൈൻ 120ന് നമുക്ക് എങ്ങനെ എഴുതാം,
120 ഈക്വൾ ടു എന്താ 180 മൈനസ് 60 ആണ് എന്ത് 120 എന്ന് പറയുന്നത്. അല്ലെങ്കിൽ 120 നമുക്ക് എങ്ങനെ എഴുതാം 90 പ്ലസ് 30 ആണ് എന്ത് 120 എന്ന് പറയുന്നത്. അപ്പം ഇത് രണ്ടിൽ ഏത് മെത്തേഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഏത് മെത്തേഡ് ചെയ്താലും ആൻസർ സെയിം ആയിരിക്കും. അപ്പോൾ 120 എന്ന് പറയുന്നത് 180 മൈനസ് 60 ആണ്. അല്ലെങ്കിൽ ഒന്നുകിൽ 90 പ്ലസ് അല്ലെങ്കിൽ 90 മൈനസ് 180 പ്ലസ് 180 മൈനസ് 270 മൈനസ് അതുപോലെ 360 പ്ലസ് 360 മൈനസ് അങ്ങനെയുള്ള ടേബിളില്ല. അതിൽ ആ രീതിക്ക് വേണം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ആംഗിളിനെ മാറ്റുമ്പോൾ നിങ്ങൾ ആ രീതിക്ക് ആ ഒരു ഫോമായിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടി. നമുക്കിവിടെ 120 നമുക്ക് ഇങ്ങനെ എഴുതാം 90 പ്ലസ് എന്നുള്ള ടേമിലോ അല്ലെങ്കിൽ 180 മൈനസോ അങ്ങനെ വേണ്ടി നമുക്ക് ഈ 120 നമുക്ക് എഴുതാൻ കഴിയും. ഇപ്പം ഞാനിവിടെ എന്ത് ചെയ്യുന്നത് ഈ 180 മൈനസ് 60 എന്നുള്ള ഫോമിലെടുത്താണ് ഇവിടെ ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 90 പ്ലസ് 30 വെച്ച് ചെയ്യാൻ കേട്ടോ. ആൻസർ എന്തായാലും സെയിം ആയിരിക്കും വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ 90 നമുക്ക് ഈ സൈൻ 120 നമുക്ക് സൈൻ 120 നമ്മൾ എങ്ങനെ എഴുതി സൈൻ 180 മൈനസ് 60 എന്ന് പറഞ്ഞ് കൊടുത്തു. ഇനി നോക്കിയേ സൈൻ 180 മൈനസ് 60 നിങ്ങൾ ആ ഇക്വേഷൻ നോക്കി അറിയാം. സൈൻ 180 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഇക്വേഷനിലുണ്ട് സൈൻ 180 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ സൈൻ തീറ്റയാണ്. നമ്മുടെ കുറച്ച് മുന്നേ കാണിച്ച ഇക്വേഷനിലുണ്ട് സൈൻ 180 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് തീറ്റയുടെ പ്ലേസിൽ എന്താ കിടക്കുന്നത് 60 അല്ലേ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ തീറ്റയുടെ പ്ലേസിൽ 60 ആയതുകൊണ്ട് നമുക്ക് ഈ സൈൻ 180 മൈനസ് 60 എന്ത് വരും സൈൻ 60 എന്ന് വരും. കാരണം ഇവിടെ തീറ്റയുടെ പ്ലേസിൽ എന്താ കിടക്കുന്നത് 60 ആണ് കിടക്കുന്നത്. അപ്പോൾ എന്ത് വരും സൈൻ 60 എന്ന് പറഞ്ഞ് കിട്ടും. ഇനി നമുക്കറിയാം സൈൻ 60യുടെ വാല്യൂ നമുക്കറിയാം, നമ്മുടെ ടേബിളിൽ നമ്മൾ പഠിച്ചതാണ്. സൈൻ 60യുടെ വാല്യൂ എന്തായിരുന്നു √3/2 ആണ്. ക്ലിയർ ആണ് ഈ ഒരു പ്രോബ്ലം. സൈൻ 120 നമുക്ക് സൈൻ 180 ആ 120 ചേഞ്ച് ചെയ്തിട്ട് 180 മൈനസ് 60 എന്ന് പറഞ്ഞു കൊടുത്തു. നമുക്കറിയാം ഇക്വേഷനിൽ നമ്മൾ തൊട്ട് മുന്നേ കാണിച്ച ആ ഒരു റിലേറ്റഡ് ആംഗിൾസിൻ്റെ ഇക്വേഷനിലുണ്ട് സൈൻ 180 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റയാണ്. അപ്പം സൈൻ 180 മൈനസ് 60 നമുക്ക് എങ്ങനെ എഴുതി സൈൻ 60 എന്ന് പറഞ്ഞ് കൊടുക്കാം. അപ്പം സൈൻ 60യുടെ വാല്യൂ എന്താ √3/2 ആണ്. ഓക്കെ, ഇതുപോലെ തന്നെ അടുത്തൊരു പ്രോബ്ലമാണ് കോസ് 135 പ്ലസ് കോസ് 135 എന്നുള്ളത്. ഈ 135 നമുക്ക് എങ്ങനെ കൊടുക്കാം 180 മൈനസ് 45 എന്ന് പറഞ്ഞ് കൊടുക്കാം. ഇപ്പം നമുക്കറിയാം നമ്മുടെ ഇക്വേഷൻ നേരത്തെ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാം കോസ് 180 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ കോസ് 180 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ മൈനസ് കോസ് തീറ്റയാണ് അല്ലേ. കോസ് 180 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് തീറ്റയാണ്. അപ്പോൾ ഇവിടെ എന്ത് വരും, ഇവിടെ തീറ്റയുടെ പ്ലേസിൽ എന്താ 45 അല്ലേ കിടക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വരും മൈനസ് കോസ് 45 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പം മൈനസ് കോസ് 45ൻ്റെ വാല്യൂ നമുക്കറിയാം എന്താ 1/√2 ആണ്. അപ്പം ഇവിടെ മൈനസ് കോസ് 45 ആയതുകൊണ്ട് ഇവിടെ എന്താ വെച്ചാൽ മൈനസ് 1/√2 എന്ന് പറഞ്ഞ് നമുക്ക് ആൻസർ കിട്ടും. ആ 135 ഇങ്ങനെ 90 പ്ലസ്സോ അല്ലെങ്കിൽ 180 മൈനസ് അങ്ങനെ ടൈമിലേക്ക് നിങ്ങൾ എഴുതിയാൽ മതി. എന്നിട്ട് ആ ഒരു നമുക്ക് ബാക്കി അത് ആ പുറകിലെ ഇക്വേഷൻ നോക്കിയിട്ട് 180 മൈനസിൻ്റെ ഇപ്പോൾ സൈൻ 180 മൈനസ് എന്ത് വരും അല്ലെങ്കിൽ കോസ് 180 മൈനസിൻ്റെ എന്ത് വരും നോക്കിയിട്ട് എഴുതുക. ആ വാല്യൂ നമ്മൾ സബ് ടേബിളിൽ നോക്കിയിട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇനി അതുപോലെ വേറൊരു പ്രോബ്ലമാണ് സൈൻ 390 എന്നുള്ളത്. സൈൻ 390 നമുക്ക് ഈ 390 എങ്ങനെ എഴുതാം 360 പ്ലസ് 30 എന്ന് പറഞ്ഞ് എഴുതാം. സൈൻ 360 പ്ലസ് തീറ്റ എന്താ സൈൻ തീറ്റ തന്നെയാണ്. അപ്പോൾ എന്ത് വരും സൈൻ 30 തന്നെ, കാരണം തീറ്റയുടെ പ്ലേസിൽ ഇവിടെ എന്താ 30 അല്ല. അപ്പോൾ എന്ത് കിട്ടും സൈൻ 30 എന്ന് പറഞ്ഞ് കിട്ടും. സൈൻ 30യുടെ വാല്യൂ നമുക്കറിയാം എന്താ 1/2 ആണ് സൈൻ 30യുടെ വാല്യൂ. ഇനി അതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് കോസ് 570. കോസ് 570 നമുക്ക് എങ്ങനെ എഴുതാം 360 പ്ലസ് 210 ആണ്. 570 നമുക്ക് 360 പ്ലസ് 210 എന്ന് എഴുതാം. അപ്പം കോസ് 360 പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ കോസ് തീറ്റ തന്നെയാണ്. അപ്പം കോസ് തീറ്റ തന്നെയാണ്. അപ്പം ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം കോസ് 210 എന്ന് പറഞ്ഞ് എഴുതാം അല്ലേ. അപ്പം കോസ് 360 പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ ആയതുകൊണ്ട് ഇവിടെ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ 210 210 ആണ് കിടക്കുന്നത്. അപ്പം നമുക്കിതിനെ എങ്ങനെ എഴുതാം കോസ് 210 എന്ന് പറഞ്ഞ് എഴുതാം. ഇനി കോസ് 210ൻ്റെ വാല്യൂ നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം ഈ കോസ് 210നെ നമുക്ക് ഒന്നും കൂടി സിമ്പിളാക്കി നമുക്ക് എങ്ങനെ എഴുതാം കോസ് ഒന്നെങ്കിൽ 270 മൈനസ് പറഞ്ഞ് എഴുതാം അല്ലെങ്കിൽ കോസ് 180 പ്ലസ് 30 എന്ന് പറഞ്ഞ് കൊടുക്കാം. ഈ 180 പ്ലസ് 30 എന്താണ് 180 പ്ലസ് 30 എന്ന് പറയുന്നതാണ് എന്ത് 210 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ കോസ് 210ന് കോസ് 180 പ്ലസ് 30 എന്ന് പറഞ്ഞ് കൊടുത്തു. ഇനി കോസ് 180 പ്ലസ് തീറ്റ എന്താ മൈനസ് കോസ് തീറ്റയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ 30 ഡിഗ്രി അല്ലേ. തീറ്റയുടെ പ്ലേസിൽ 30 ആണ്. അപ്പോൾ എന്ത് വരും മൈനസ് കോസ് 30 എന്ന് പറഞ്ഞ് കിട്ടും. ഇനി നമുക്കറിയാം കോസ് 30യുടെ വാല്യൂ എന്താ √3/2 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ മൈനസ് കോസ് 30 അല്ലേ. അപ്പോൾ നമ്മളിവിടെ മൈനസ് √3/2 എന്ന് പറഞ്ഞ് കിട്ടും. ആണ് എഴുതിയേക്കുന്നത് മൈനസ് കോസ് 30 എന്ന് പറഞ്ഞിട്ട് മൈനസ് കോസ് 30 എന്ന് പറഞ്ഞാൽ മൈനസ് √3/2. അതുപോലെ അടുത്തതാണ് സൈൻ 510 എന്നുള്ളത്. അപ്പം സൈൻ 510 നമുക്ക് എങ്ങനെ എഴുതാം 510നെ 360 പ്ലസ് 150 എന്ന് പറഞ്ഞ് എഴുതാം. അപ്പം ആ
സൈൻ 360 പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, സൈൻ തീറ്റ തന്നെയാണ്. അപ്പം ഇവിടെ തീറ്റയുടെ പ്ലേസിൽ എന്താ 150 അല്ലേ കിടക്കുന്നത്, തീറ്റയുടെ പ്ലേസിൽ കിടക്കുന്നത് 150 ആണ്. അപ്പോൾ എന്ത് വരും, സൈൻ 150 എന്ന് പറഞ്ഞ് കിട്ടും. ഇനി സൈൻ 150 നിങ്ങൾക്ക് എങ്ങനെ എഴുതാം, മാറ്റി ഒന്നെങ്കിൽ സൈൻ 180 മൈനസ് 30 എന്നോ അല്ലെങ്കിൽ സൈൻ 90 പ്ലസ് 60 എന്നോ എങ്ങനെ വേണ്ട എഴുതാം. ഇപ്പം നമുക്കിവിടെ ഈ സൈൻ 150 അല്ലേ, സൈൻ 150 നമുക്ക് സൈൻ 180 മൈനസ് 30 എന്ന് പറഞ്ഞ് കൊടുക്കാം. അപ്പം സൈൻ 180 മൈനസ് തീറ്റ എന്താ, സൈൻ തീറ്റയാണ്. അപ്പം ആ ഇക്വേഷൻ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാം സൈൻ 180 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റയാണ്. അപ്പം ഞാൻ തൊട്ട് മുന്നേ കാണിച്ച ആ ഒരു പിക്ചർ ഇല്ല, ആ ഇക്വേഷൻ നിങ്ങൾ നോട്ടിൽ എഴുതണം. ആ ഇക്വേഷൻ നോക്കിയാലേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, ഇതെങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നത് കിട്ടത്തുള്ളൂ. അപ്പം ഇക്വേഷൻ പഠിക്കണം, അത് എഴുതിയിട്ട് അത് വെച്ച് നിങ്ങൾ നോക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ കേട്ടോ. സൈൻ 180 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റയാണ്. അപ്പം സൈൻ 180 മൈനസ് 30ക്ക് നമ്മൾ എന്ത് കൊടുത്തു, സൈൻ 30 എന്ന് പറഞ്ഞ് കൊടുത്തു. നമുക്കറിയാം സൈൻ 30യുടെ വാല്യൂ എന്താ, സൈൻ 30 എന്ന് പറഞ്ഞാൽ എന്താ 1/2 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, സൈൻ 510 നമുക്ക് എന്ത്, സൈൻ 510 എന്നുള്ളത് എന്ത് കിട്ടി, 1/2 എന്ന് പറഞ്ഞ് കിട്ടി. സൈൻ 510 എന്ന് പറയുന്നത് 1/2 എന്ന് പറഞ്ഞ് കിട്ടി. ഇനിയൊരു അടുത്ത ഇതുപോലെ തന്നെ പ്രോബ്ലമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് വാല്യൂ വെച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. ഇങ്ങനെ ഈ ഒരു ഫോമിലേക്ക് നിങ്ങൾക്ക് ഏത് വാല്യൂ ഇട്ട് കൊടുത്ത് വേണമെങ്കിലും ചെയ്യാം. അതുപോലെ സൈൻ 330 നമുക്ക് എങ്ങനെ എഴുതാം, സൈൻ 360 മൈനസ് 30 എന്ന് പറഞ്ഞ് കൊടുക്കാമല്ലോ. സൈൻ 330 360 മൈനസ് 30 എന്ന് പറഞ്ഞ് കൊടുത്തു. ഇനി സൈൻ 360 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, മൈനസ് സൈൻ തീറ്റയാണ്. സൈൻ 360 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ തീറ്റയാണ്. അപ്പം ഇവിടെ എന്ത് വരും, തീറ്റയുടെ പ്ലേസിൽ എന്താ, ഇവിടെ 30 അല്ല കിടക്കുന്നത്. അപ്പോൾ എന്ത് വരും, മൈനസ് സൈൻ 30 എന്ന് പറഞ്ഞ് കിട്ടും. നമുക്കറിയാം സൈൻ 30യുടെ മൈനസ് സൈൻ 30 എന്ന് പറഞ്ഞ് കിട്ടും. സൈൻ 30യുടെ വാല്യൂ അറിയാം എന്താ 1/2 ആണ്. അപ്പോൾ ഇവിടെ മൈനസ് സൈൻ 30 അല്ല, അപ്പോൾ എന്ത് വരും, മൈനസ് 1/2 എന്ന് പറഞ്ഞ് കിട്ടും. ക്ലിയർ അല്ലേ. ഇതുപോലെ അടുത്തൊരു പ്രോബ്ലമാണ് കോസ് 390. അപ്പം 390 നമുക്ക് എങ്ങനെ എഴുതാം, 360 പ്ലസ് 30. അപ്പം അതല്ലേ ഉള്ളൂ, കാരണം 360 വരെയുള്ള ഇക്വേഷൻ നമുക്കുള്ളത്. അപ്പം 390 നമുക്ക് എന്തായാലും 360 പ്ലസ് 30 എന്ന് പറഞ്ഞ് കൊടുക്കാം. കോസ് 360 പ്ലസ് 30 എന്ന് പറഞ്ഞാൽ എന്താ, കോസ് 30 തന്നെയാണ്. കാരണം കോസ് 360 പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, കോസ് തീറ്റയാണ്. അപ്പം കോസ് 360 പ്ലസ് 30 എന്ന് പറഞ്ഞാൽ എന്താ, കോസ് 30 എന്ന് തന്നെ പറഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്കറിയാം കോസ് 30യുടെ വാല്യൂ നമുക്കറിയാം എന്താ, √3/2 ആണ്. ഇനി നമുക്ക് ഇത് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ടൈപ്പ്, ഇപ്പോൾ ഈ ഒരു ടൈപ്പിൽ ഈ 330യുടെ ഒക്കെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ വാല്യൂസ് കണ്ടുപിടിക്കും എന്നാണ് നമ്മൾ അങ്ങനെയുള്ളതാണ് പഠിച്ചത്. ഇനി ഇത് വെച്ച് നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന പറഞ്ഞാൽ ഇത് സിമ്പിളായിട്ടുള്ള സംഭവമാണ്. ഇതിൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഈക്വൽ ടു പ്രൂവ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കൊടുക്കുന്നതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പം അത് ഇങ്ങനെ ഒരു ഇക്വേഷനിൽ നമുക്ക് ഇങ്ങനെ ഒരു ടേം തന്നിട്ടുണ്ടെങ്കിൽ അതിലെ ഓരോ ടേമും എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് നമുക്കൊരു അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, അത് കാണുമ്പോൾ നമുക്ക് ഒന്നും കൂടി ക്ലിയർ ആകും. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഇവാലുവേറ്റ് കോസ് 570 സൈൻ 510 മൈനസ് സൈൻ 330 ഇൻറ്റു കോസ് 390. ഇപ്പം നമുക്കറിയാം ഈ ഒരു നമ്മൾ നേരത്തെ ചെയ്തെന്ന് വെച്ചാൽ അതുപോലെ ഈ കോസ് 570 കണ്ടുപിടിക്കുക, അതുപോലെ സൈൻ 510 സൈൻ 330 അതുപോലെ കോസ് 390 അങ്ങനെ ഓരോന്നിൻ്റെയൊക്കെ സെപ്പറേറ്റ് കണ്ടുപിടിക്കുകയല്ലേ ചെയ്തത്. ഇവിടെ അതുപോലെ തന്നെ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്രോബ്ലത്തിൻ്റെ ഫസ്റ്റ് കോസ് 570യുടെ വാല്യൂ കണ്ടുപിടിക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ എന്താ, കോസ് 570 നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, കോസ് 360 പ്ലസ് 10 അങ്ങനെയല്ലേ. കോസ് 570 നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, കോസ് 570 നമുക്ക് എങ്ങനെ എഴുതാം, 360 പ്ലസ് 210 എന്ന് പറഞ്ഞ് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിന് എന്ത് ചെയ്യും, കോസ് 360 പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, കോസ് തീറ്റ അല്ല. അപ്പോൾ എന്ത് കിട്ടി, കോസ് 210 എന്ന് പറഞ്ഞ് കൊടുത്തു. ഇനി കോസ് 210 നമുക്ക് എങ്ങനെ എഴുതാം, കോസ് 180 മൈനസ് 30 എന്ന് പറഞ്ഞ് എഴുതാം, അല്ലെങ്കിൽ 180 പ്ലസ് 30 എന്ന് പറഞ്ഞ് എഴുതാം, അല്ലെങ്കിൽ കോസ് എന്ത് എഴുതാം, 270 മൈനസ് 60 എന്ന് പറഞ്ഞ് എഴുതാം. അങ്ങനെ ഇത് നമ്മൾ ചെയ്തില്ല. അപ്പം അതിലും ഇതിലെ ഓരോ ടേമിനെ ഓരോ ഫാക്ടറും നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ ചെയ്ത പോലെ തന്നെ അതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ ഈ കോസ് 570 നമ്മൾ നേരത്തെ തൊട്ട് മുന്നേ ചെയ്തായിരുന്നു. കോസ് 570യുടെ വാല്യൂ കുറച്ച് മുന്നേ കണ്ടുപിടിച്ചു. അതുപോലെ സൈൻ 510ൻ്റെ വാല്യൂ കുറച്ച് മുന്നേ കണ്ടുപിടിച്ചു. സൈൻ 330 കണ്ടുപിടിച്ചു. അതുപോലെ കോസ് 390 തൊട്ട് മുന്നേ നിങ്ങൾ നോക്കി അറിയാം, മുന്നേ ചെയ്ത പ്രോബ്ലമൊക്കെ ഇത് കണ്ടുപിടിച്ചതാണ്. അപ്പം അതുകൊണ്ട് ഒന്നുകൂടി എങ്ങനെ ഓരോന്നും എങ്ങനെ കണ്ടുപിടിച്ചെന്ന് പറയേണ്ട കാര്യമില്ല, കാരണം മുന്നേ നമ്മൾ കണ്ടുപിടിച്ചതാണ്. അപ്പം ജസ്റ്റ് ആ വാല്യൂസ് മാത്രം ഞാനിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. കോസ് 570യുടെ വാല്യൂ നമ്മൾ മുന്നേ കണ്ടുപിടിച്ചതാണ്. കോസ് 570യുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി, നേരത്തെ ചെയ്തപ്പോൾ കിട്ടിയായിരുന്നത് മൈനസ് √3/2 എന്ന് പറഞ്ഞ് കിട്ടിയായിരുന്നു. അതുപോലെ സൈൻ 510ൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ്. സൈൻ 510ൻ്റെ വാല്യൂ നമുക്ക് 1/2 എന്ന് പറഞ്ഞ് കിട്ടിയായിരുന്നു. ഇനി സൈൻ 330 നമുക്ക് എന്ത് കിട്ടി, മൈനസ് 1/2 കിട്ടി. കോസ് 390 എന്ത് കിട്ടി, √3/2 കിട്ടി. അപ്പോൾ നമ്മൾ നേരത്തെ പ്രോബ്ലം ഇതിൻ്റെയൊക്കെ വാല്യൂ കണ്ടുപിടിച്ചത് കൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് എഴുതി വെച്ചേക്കുന്നത്.
അപ്പം അല്ല നിങ്ങൾക്കൊരു ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് cos 570 വാല്യൂ എന്ന് പറഞ്ഞ് cos 570 ഈക്വൽ ടു നിങ്ങൾ എന്താ cos 360 പ്ലസ് 210 അങ്ങനെ ഓരോ സ്റ്റെപ്പും എഴുതി ചെയ്യണം. അതുപോലെ sin 510 അങ്ങനെ സെപ്പറേറ്റ് കാണുക, sin 330 അതുപോലെ cos 390 ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം ഇങ്ങനെ വാല്യൂസ് എടുത്തെഴുതാൻ വേണ്ടി. ഞാൻ നേരത്തെ മുന്നേ ചെയ്ത പ്രോബ്ലത്തിൽ ഇതിങ്ങനെ ഓരോന്നും കണ്ടുപിടിച്ചതുകൊണ്ടാണ് ഡയറക്റ്റ് ആ വാല്യൂസ് മാത്രമായിട്ട് എഴുതിയത്. നിങ്ങൾ ചെയ്യുമ്പം നിങ്ങൾ തന്നെ ഇപ്പോൾ നോട്ട്ബുക്കിൽ ചെയ്യുമ്പോഴാണെങ്കിൽ അതുപോലെ എക്സാമിനൊക്കെ ചെയ്യുമ്പം ഓരോന്നും സെപ്പറേറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം വേണം എന്ത് ചെയ്യാം ഈ വാല്യൂ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ ക്വസ്റ്റിനുള്ള 4 ഫാക്ടേഴ്സിൻ്റെ വാല്യൂ നമ്മുടെ കണ്ടിട്ടുണ്ട്. cos 570 ഉണ്ട്, അതുപോലെ sin 510 ഉണ്ട്, അതുപോലെ sin 330 ഉണ്ട്, cos 390 ഉണ്ട്. അപ്പോൾ നമുക്കിതിൽ 4 ഫാക്ടറും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നോക്കിയേ, നമ്മൾ ഇതിനെ ഈ ഓരോന്നിനും ഇട്ട് കൊടുക്കുകയാണ്. cos 570 എന്ന് പറഞ്ഞാൽ എന്താ -√3/2 ആണ്. അതുപോലെ sin 510 എന്താ ×1/2 ആണ്. പിന്നെ ഇവിടെ എന്താ മൈനസ് അല്ല ഇവിടെ കിടക്കുന്നത്. അപ്പം മൈനസ് എന്താ sin 330 എത്ര വാല്യൂ എത്ര -1/2 ആണ്. ആ -1/2 ഇട്ടു. ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു -1/2 കൂടി വന്നു. ഇനി അടുത്തത് എന്താ cos 330 എന്ന് പറഞ്ഞാൽ എന്താ √3/2 ആണ്. ഇനി നോക്കിയേ, ഈ ഒരു ഫസ്റ്റ് ടൈം നോക്കുക എന്ന് വെച്ചാൽ -√3/2 ×1/2. ഇപ്പം ഈ ഒരു ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം മൾട്ടിപ്ലിക്കേഷൻ അല്ല, ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷനാണ്. √3 × 1 എന്താ മൈനസ് ഓൾറെഡി അവിടെ ഉണ്ട്. √3 × 1 എന്ന് പറഞ്ഞാൽ √3 ആണ്, ബൈ 2 × 2 എന്ന് പറഞ്ഞാൽ എന്താ 4 ആണ്. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി നമുക്ക് -√3/4 എന്ന് പറഞ്ഞ് ഫസ്റ്റ് ടൈം കിട്ടി. ഇനി ഇവിടെ ഒരു രണ്ട് മൈനസ് ഉണ്ട്. ഇവിടെ 2 മൈനസ് ഉള്ളതുകൊണ്ട് മൈനസും കൂടി എന്താവും പ്ലസ് ആകും. ആ 2 മൈനസും കൂടി ചേർന്ന് പ്ലസ് ആവും. പിന്നെ ഇവിടെ എന്താ ഉള്ളത് 1 × √3 എന്താ √3/2 × 2 എന്താ 4 ആണ്. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഒരു -√3/4 ഉണ്ട്, പ്ലസ് √3/4 ഉണ്ട്. രണ്ടും കൂടി എന്താവും കട്ടായി പോകും. ഈക്വൽ ടു എന്ത് കിട്ടും നമുക്ക് 0 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പം ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 0 ആണ്. കാരണം ഒരു -√3/4 ഉണ്ട്, ഒരു +√3/4 ഉണ്ട്. രണ്ടും ഇടയ്ക്കുള്ള മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ വന്നത്. അത് കഴിഞ്ഞ് ഒരു -√3/4 വന്നു, ഒരു +√3/4 വന്നു. അപ്പം ഈക്വൽ ടു എന്ത് കിട്ടും? രണ്ടും കൂടി കട്ടായി പോയിട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് കിട്ടും. നിങ്ങൾ നോട്ട് ചെയ്യുമ്പോൾ ഓരോന്നും സെപ്പറേറ്റ് എടുത്ത് കാണണം കേട്ടോ. cos 570 അതുപോലെ sin 510 ഒക്കെ എടുത്ത് സെപ്പറേറ്റ് എടുത്ത് കാണണം. ഓക്കെ.